വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പം കഴിഞ്ഞ തവണ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലിൽ ബ്രിക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എക്സാമിന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഭാഗങ്ങളാണ് കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മറ്റൊരു ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. ലൈം എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണാറുള്ള മറ്റൊരു ചാപ്റ്ററാണ് ലൈം എന്ന് പറയുന്നത്. ലൈമിൽ നിന്നും കേരള PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയലിൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകളിൽ ഒന്നായിട്ട് വരുന്ന ഒന്നാണ് ലൈം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് എവിടെ നിന്നാണ് ലൈം കിട്ടുന്നത്? ലൈം എന്ന് പറയുന്ന ഈ ഒരു ഫ്രീ സ്റ്റേറ്റിൽ നമ്മുടെ എർത്തിൽ അവൈലബിൾ ആണോ? ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണോ ലൈം? ഒരിക്കലും അല്ല അല്ലേ. എങ്ങനെയാണ് നമ്മുടെ നേച്ചറിൽ ലൈം ഉള്ളത്? ലൈം സ്റ്റോണുകളായിട്ടാണ് നമുക്ക് നമ്മുടെ എർത്തിൽ ലൈം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു ലൈം സ്റ്റോണിൽ നിന്നാണ് നമ്മൾ എന്ത് ഫോം ചെയ്തെടുക്കുക? ലൈമിനെ ഫോം ചെയ്തെടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈം സ്റ്റോണിനെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും ലൈം സ്റ്റോണിൻ്റെ സോഴ്സുകളായിട്ട് പറയാറുള്ളത് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പറയാം? എവിടെ നിന്നൊക്കെ പറയാം? ലൈം സ്റ്റോൺ ഹില്ലുകളിൽ നിന്ന് നമുക്ക് ലൈം കിട്ടാം. അതുപോലെ തന്നെ ഷെൽ ആനിമൽസിൻ്റെ സീ ആനിമൽസിൻ്റെ ഷെൽസിൽ നിന്ന് നമുക്ക് ലൈം കിട്ടാം. അതുപോലെ തന്നെ കൺകാർ, നമ്മുടെ മണ്ണിനടിയിലുള്ള കൺകാറിൽ നിന്ന് കൺകാർ ലൈം സ്റ്റോണുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് വേർതിരിച്ച് നമുക്ക് ലൈമിനെ ഫോം ചെയ്തെടുക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലൈം സ്റ്റോൺ കിട്ടുന്നുണ്ട്. ഈ ലൈം സ്റ്റോണിൽ നിന്നാണ് നമ്മൾ ലൈമിനെ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈം സ്റ്റോൺ കിട്ടുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലായി. ഇനി ഈ ലൈം സ്റ്റോണിൽ നിന്ന് ലൈമിനെ എങ്ങനെ വേർതിരിച്ചെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈം സ്റ്റോണിനെ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്നു. എയറിൻ്റെ പ്രസൻസിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ലൈം സ്റ്റോണിനെ ചൂടാക്കിയാണ് അതിൽ നിന്ന് നമ്മൾ ലൈമിനെ വേർതിരിച്ചെടുക്കുന്നത്. സോ ലൈം സ്റ്റോണിൽ നിന്ന് ലൈമിനെ നമ്മൾ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കാരണം ഒരുപാട് തവണ എക്സാമിന് എന്താണ് കാൽസിനേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ലൈം സ്റ്റോണിൽ നിന്ന് ലൈമിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ലൈം സ്റ്റോണിനെ എന്ത് ചെയ്യാണ് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ എയറിൻ്റെ പ്രസൻസിൽ നല്ലതുപോലെ ചൂടാക്കിയാണ് അതിൽ നിന്ന് ലൈമിനെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയോ ഒരു ലൈം സ്റ്റോണിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണ് ലൈം സ്റ്റോണിൻ്റെ ഫോം? CaCO3 ആണ് ലൈം സ്റ്റോൺ അല്ലേ. ഈ ലൈം സ്റ്റോണിനെ നമ്മൾ എന്താ ചെയ്യണേ? ചൂടാക്കുന്നു 900 to 1100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ അവർ ലൈമും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. സോ ഈ CaO എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ലൈം എന്ന് പറയുന്നത്. ബട്ട് ഒരുപാട് സമയം നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു ലൈമിനെ ഫ്രീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എഗൈൻ ഇത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും ഇത് ലൈം സ്റ്റോൺ ആയിട്ട് തന്നെ മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യുക്കായിട്ട് തന്നെ ഇതിനെ യൂസ് ചെയ്യണം നമ്മൾ ലൈമിനെ ഫോം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ആദ്യത്തെ ടേം കിട്ടിക്കഴിഞ്ഞു. എന്താണ്? കാൽസിനേഷൻ ആണ് നമ്മൾ ആദ്യം പഠിച്ച ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കുക, നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് കമ്പാരിറ്റീവ്ലി നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു ലൈം സ്റ്റോൺ ആയിരുന്നു. ആ പ്യുവർ ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്താണ് അതിൽ നിന്ന് നമ്മൾ ലൈം വേർതിരിച്ചെടുത്തതെങ്കിൽ പ്യുവർ ലൈം സ്റ്റോണിൽ നിന്ന് നമുക്ക് കിട്ടിയ ലൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യുക്ക് ലൈം അഥവാ കോസ്റ്റിക് ലൈം. മനസ്സിലായോ? കമ്പാരിറ്റീവ്ലി പ്യുവർ ലൈം സ്റ്റോണിൽ നിന്നാണ് നമ്മൾ ലൈമിനെ വേർതിരിച്ചെടുക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടുന്ന ലൈമിനെ വിളിക്കുന്ന പേരാണ് ക്യുക്ക് ലൈം അഥവാ കോസ്റ്റിക് ലൈം എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ലൈമിൻ്റെ കാൽസിനേഷൻ, ലൈം സ്റ്റോണിൻ്റെ കാൽസിനേഷൻ ചെയ്യുന്നത് ഒരു കിന്നിനകത്താണെങ്കിൽ ഈ കിന്നിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് കുറേ ലംസോട് കൂടിയിട്ടുള്ള ലൈമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലൈമിനെ
ലൈമിനെ നമ്മൾ ലംബ് ലൈം എന്നാണ് വിളിക്കാം. ഓക്കെ, ഒരു കിണ്ണിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ലൈമിനെ നമ്മൾ ലംബ് ലൈം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ടേം കിട്ടി. എന്താണ്? ക്യുക്ക് ലൈം, അതുപോലെ തന്നെ കോസ്റ്റിക് ലൈം, ദെൻ ലംബ് ലൈം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മുടെ കയ്യിൽ ഇപ്പം എന്തുണ്ട്? ലൈം ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ക്യുക്ക് ലൈം ഉണ്ട് അല്ലേ. ഞാൻ ഈ ക്യുക്ക് ലൈമിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യുക്ക് ലൈമിലേക്ക് കുറച്ച് വെള്ളത്തിനെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യുക്ക് ലൈമിലേക്ക് വാട്ടറിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ്. സ്ലേക്കിംഗ് മറ്റൊരു പ്രധാനപ്പെട്ട ടേം. എന്താണ് സ്ലേക്കിംഗ് എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും. എന്താണ്? ക്യുക്ക് ലൈമിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ലൈമിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമ്മുടെ ക്യുക്ക് ലൈം ക്രാക്ക് ചെയ്ത് സ്വെൽ ചെയ്ത് ഒരു പൗഡേർഡ് ഫോമിലോട്ട് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ലൈമിലോട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു സ്ലേക്കിങ്ങിൻ്റെ എൻഡായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ സ്ലേക്കഡ് ലൈം അഥവാ ഹൈഡ്രേറ്റഡ് ലൈം എന്നാണ് വിളിക്കുക. സ്ലേക്കഡ് ലൈം അഥവാ ഹൈഡ്രേറ്റഡ് ലൈം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്താൽ ലൈം കിട്ടുന്നു. ആ ലൈമിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ സ്ലേക്കിംഗ് എന്ന് വിളിക്കുന്നു. ആ സ്ലേക്കിങ്ങിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആളാണ് സ്ലേക്കഡ് ലൈം അഥവാ ഹൈഡ്രേറ്റഡ് ലൈം. ഹൈഡ്രേറ്റഡ് ലൈം പേരറിയണം കേട്ടോ, പേരറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ കയ്യിൽ ലൈം ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു? ഈ ലൈമിലേക്ക് വാട്ടറിനെ ആഡ് ചെയ്തു. അപ്പോൾ അതെന്തായിട്ട് മാറി? കാൽഷ്യം ഹൈഡ്രോക്സൈഡായിട്ട് മാറി. ഇയാളെയാണ് ഞാൻ സ്ലേക്കഡ് ഓർ ഹൈഡ്രേറ്റഡ് ലൈം എന്ന് വിളിച്ചത്. ഓക്കെ, ഹൈഡ്രേറ്റഡ് ലൈം എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ തിയററ്റിക്കലി പറയാം, ഒരു ലൈമിനെ സ്ലേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു 32% ഓഫ് വാട്ടർ മതിയെന്നാണ്. നമ്മുടെ ലൈമിൻ്റെ വെയിറ്റിൻ്റെ 32% വാട്ടർ മതി തിയററ്റിക്കലി ഒരു ലൈമിനെ സ്ലേക്ക് ചെയ്യാൻ എന്നാണ് പറയുന്നത്. ബട്ട് ആക്ച്വലി നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു 32% വാട്ടർ കൊണ്ട് ഒരു ലൈമിനെ കംപ്ലീറ്റ് ആയിട്ട് സ്ലേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈമിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു എക്സോതേർമിക് റിയാക്ഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരുപാട് ചൂട് പുറത്തോട്ട് ലിബറേറ്റ് ആകുമ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വാട്ടറിൽ കുറേ പുറത്തോട്ട് എന്താകുന്നുണ്ട്? ഈ നീരാവിയായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിയററ്റിക്കലി പറയുമ്പം 32% വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുന്നെങ്കിലും ആക്ച്വലി നമ്മൾ അതിനേക്കാളും ഒരു 2 to 3 times എക്സ്ട്രാ വാട്ടർ നമ്മൾ സ്ലേക്കിങ്ങിന് വേണ്ടി ഒരു ലൈമിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് കേട്ടോ. സ്ലേക്കിങ്ങിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പം നിലവിൽ നമ്മുടെ കയ്യിലുള്ള എൻഡ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ എന്ത് വിളിച്ചത്? ഹൈഡ്രേറ്റഡ് ലൈം എന്ന് വിളിച്ചത് അല്ലേ. ഇനി ഞാൻ ഈ സ്ലേക്കഡ് ലൈമിലോട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് പാല് പോലെയുള്ള ഒരു സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. സോ ഞാൻ ഈ സ്ലേക്കഡ് ലൈമിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു തിൻ പോറബിൾ സസ്പെൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് ലൈം. ഓക്കെ, അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് ലൈം എന്നുള്ളത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഓരോ ടേമുകളായിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ അടുത്തൊരു ടേം നോക്കിയേ. അടുത്തൊരു ടേം വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്, ദാറ്റ് ഇസ് ഹൈഡ്രോളിസിറ്റി. ഹൈഡ്രോളിസിറ്റി ആണ് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ടേം. എന്താണ് ഹൈഡ്രോളിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈഡ്രോളിസിറ്റി എന്താ? യെസ്, എന്താണ്? ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. എന്താ? വെള്ളത്തിൻ്റെ പ്രസൻസിൽ സെറ്റ് ആവാനും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനുമുള്ള ലൈമിൻ്റെ എബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിസിറ്റി. വെള്ളത്തിൻ്റെ പ്രസൻസിൽ സെറ്റ് ആവാനും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനുമുള്ള എബിലിറ്റിയെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈഡ്രോളിസിറ്റി എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഏതൊരു ലൈം എടുത്താലും ആ ലൈമിൽ ഇമ്പ്യൂരിറ്റീസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ഹൈഡ്രോളിസിറ്റി എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുക. അതായത് നമ്മൾ എടുക്കുന്ന ലൈമിൽ ക്ലേ കണ്ടന്റ് കൂടുന്തോറും അവരുടെ ഹൈഡ്രോളിസിറ്റി കൂടും. അതായത് വെള്ളത്തിൻ്റെ പ്രസൻസിൽ സെറ്റ് ആവാനും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനുമുള്ള അവരുടെ എബിലിറ്റി നമുക്ക് കൂടുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ
അധികം ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്ത ഒരു ലൈമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർ വെള്ളത്തിൻ്റെ പ്രസൻസിൽ ഒരിക്കലും സെറ്റ് ആവുകയില്ല. അപ്പോൾ നമുക്ക് അവരെ വെള്ളത്തിൻ്റെ പ്രസൻസിൽ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഹൈഡ്രോളിക് പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് ക്ലേ കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ലൈമിൽ ഇമ്പ്യൂരിറ്റീസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ക്ലേ കണ്ടൻറ്റ് കൂടുതലാകുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈമിൻ്റെ ഹൈഡ്രോളിസിറ്റിയും കൂടുന്നു. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ടേമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് സെറ്റിംഗ്. നിങ്ങൾക്ക് അറിയാം എന്താ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ലാബിലൊക്കെ ടെസ്റ്റുകളൊക്കെ, ഇപ്പോൾ ലൈം പോട്ടെ, നിങ്ങൾ സിമെൻറ്റിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? സിമെൻറ്റ് കൊണ്ട് നിങ്ങൾ ക്യൂബും സിലിണ്ടറും ഒക്കെ നിങ്ങൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അതിൽ നമ്മളൊരു സിമെൻറ്റ് സെറ്റായി എങ്ങനെയാണ് പറയാറുള്ളത്? സെറ്റായി എങ്ങനെയാണ് നമ്മൾ പറയാം? യെസ്, അതെങ്ങനെയാണ്? ഒരു ഹാർഡ് ഫോമിലോട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? അതേപോലെ തന്നെയാണ് ലൈമിൻ്റെ കേസിലും. അതെന്തായി? ഒരു ലൈം എന്ന് പറയുന്നത് എന്തായി മാറാണ്? ഒന്ന് ഹാർഡായിട്ട് മാറാണ്. ഒരു പേസ്റ്റ് ഫോമിൽ നിന്ന് ഒരു ഹാർഡ് ഫോമിലോട്ട് അത് കൺവേർട്ടായി മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ അതിനെ സെറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം പഠിച്ച ടേമുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മൾ ആദ്യം സ്ലേക്കിംഗ് പഠിച്ചു, ദെൻ ഇപ്പം നമ്മൾ സെറ്റിംഗ് പഠിച്ചു, ദെൻ തൊട്ട് മുമ്പ് നമ്മൾ ഹൈഡ്രോളിസിറ്റി പഠിച്ചു. ഓക്കെ, ഈ 3 കാര്യങ്ങളും നമ്മുടെ ലൈമിലുള്ള ഇമ്പ്യൂരിറ്റിയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ലൈമിൽ ഇമ്പ്യൂരിറ്റി കൂടുമ്പോൾ, ഞാൻ ഇമ്പ്യൂരിറ്റീസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്ലേ കണ്ടൻറ്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ക്ലേ കണ്ടന്റ് കൂടുമ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിസിറ്റി എന്താ സംഭവിക്കുക? ഹൈഡ്രോളിസിറ്റി കൂടില്ലേ? വെള്ളത്തിന്റെ പ്രസൻസിൽ സെറ്റ് ആവാനുള്ള എബിലിറ്റി കൂടുമെന്ന് പറഞ്ഞു. ഓക്കെ, ഹൈഡ്രോളിസിറ്റി കൂടും. അതേപോലെ തന്നെയാണ് സെറ്റിങ്ങും ഫാസ്റ്റർ ആയിട്ട് നടക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈം സെറ്റ് ആകും. ക്ലേ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ സെറ്റിങ് ഫാസ്റ്റർ ആയിട്ട് നടക്കും. ബട്ട് സ്ലേക്കിംഗ് അവിടെ സ്ലോ ആകും. വളരെ പതുക്കെ അവർ സ്ലേക്ക് ആവുകയുള്ളൂ. മനസ്സിലായോ? ഇമ്പ്യൂരിറ്റീസ് കൂടുമ്പോൾ സെറ്റിങ്ങും സ്ലേക്കിങ്ങും ഹൈഡ്രോളിസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ഹൈഡ്രോളിസിറ്റി കൂടുന്നു, അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് അവർ സെറ്റ് ആവും. സെറ്റിങ് ഫാസ്റ്റർ ആണെങ്കിൽ അവിടെ സ്ലേക്കിംഗ് എന്ന് പറയുന്നത് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടേമുകൾ പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ലൈമുമായി ബന്ധപ്പെട്ട കാൽസിനേഷൻ എന്താണെന്ന് പറഞ്ഞു, സ്ലേക്കിംഗ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹൈഡ്രോളിസിറ്റി എന്താണെന്ന് പറഞ്ഞു, സെറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. 4 ടേമുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ലൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈമിലുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ ബേസിസിൽ നമുക്ക് ലൈമിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് നമ്മൾ ലൈമിനെ അതിലുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിലുള്ള ക്ലേ കണ്ടന്റിൻ്റെ ബേസിൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക ലൈമിനെ? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എങ്ങനെയാണ് ലൈമിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? 3 ആയിട്ട് നമ്മൾ ലൈമിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ആരൊക്കെയാണ്? ഫാറ്റ് ലൈം ഉണ്ട്, ഹൈഡ്രോളിക് ലൈം ഉണ്ട്, അതുപോലെ തന്നെ പുവർ ലൈം ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ലൈമിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അതിലുള്ള ക്ലേ കണ്ടന്റിനനുസരിച്ച്. ഇനി ഇവരെ ഓരോരുത്തരിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഇവരെ ഓരോരുത്തരെയും കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പോൾ ആദ്യം നമ്മൾ ഫാറ്റ് ലൈമിനെ കുറിച്ച് നോക്കാനായിട്ട് പോകുന്നു. ഓക്കെ, യെസ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്കറിയാം നമുക്ക് എന്താണ് സെപ്റ്റംബർ 23 നമുക്കൊരു എക്സാം വരാനിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ആ എക്സാം മാറ്റിയതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? എക്സാം മാറ്റി പുതിയൊരു സിലബസ് വന്നു. അപ്പോൾ ആ സിലബസിൽ എന്താണ് മെക്കാനിക്കൽ പോർഷൻ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിലബസ് ആണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു എക്സാമിൻ്റെ സിവിൽ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു 75 ഡേയ്സിൻ്റെ ഓവർസിയർ ഓൺലൈൻ ക്രാഷ് ബാച്ചസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സോ ജൂലൈ 10 ആണ് നമ്മുടെ ബാച്ച് ആരംഭിച്ചിട്ടുള്ളത്. വെറും
999 ആണ് നമ്മുടെ കോഴ്സിന് ഫീ വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് നിങ്ങൾ സിവിൽ പോർഷൻസ് നല്ലതുപോലെ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു 75 ഡേയ്സ് ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം. ഇനിയിപ്പം നിങ്ങൾ സിവിൽ പോർഷൻസ് നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരാണ്, ഇനി ആ ഒരു മെക്കാനിക്കൽ പോർഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മെക്കാനിക്കൽ ക്ലാസ്സസും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെക്കാനിക്കൽ ക്ലാസ്സസ് ജൂലൈ 28 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെക്കാനിക്കൽ കോഴ്സിനും നമ്മൾ 999 തന്നെയാണ് ഫീസ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സിലബസ് പ്രകാരമുള്ള മെക്കാനിക്കൽ പോർഷൻസും കൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് സൈലം ടെക്നിക്കലിനോടൊപ്പം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ജൂലൈ 28 സ്റ്റാർട്ട് ചെയ്യുന്നത്. പരമാവധി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് തൊട്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഓക്കെ, പെൻഡിങ്സ് ഒന്നും ഇല്ലാതെ പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ശരി, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആരെക്കുറിച്ചാണ്? ഫാറ്റ് ലൈമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഫാറ്റ് ലൈം, സോ നമ്മൾ ലൈമിനെ ക്ലേ കണ്ടന്റ് അനുസരിച്ച് 3 തിരിച്ചു. അതിലാദ്യത്തെ ആളാണ് ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ലൈമിൽ ലെസ് ദാൻ 5% ആണ് ഇംപ്യൂരിറ്റി. ലെസ് ദാൻ 5% ആണ് ഇംപ്യൂരിറ്റി, അല്ലെങ്കിൽ 95% അതിൽ പ്യുവർ ആയിട്ടുള്ള ലൈമാണുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ലൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാറ്റ് ലൈം. 2 രീതിയിലും എക്സാമിന് ചോദ്യം ചോദിക്കും. ലെസ് ദാൻ 5% ഇംപ്യൂരിറ്റി ഉള്ളത് ഏത് ടൈപ്പ് ലൈമിലാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 95% കൂടുതലായിട്ട് പ്യുവർ ലൈം ഉള്ളത് ഏത് ടൈപ്പ് ലൈമിലാണ് എന്ന് നമ്മളോട് ചോദിക്കാം. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഫാറ്റ് ലൈം എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ഫാറ്റ് ലൈം എന്ന് പറയുന്നതിൽ ഇംപ്യൂരിറ്റീസ് വളരെ കുറവാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ പ്യുവർ ലൈം എന്നുള്ളൊരു പേര് വിളിക്കുന്നു. അപ്പോൾ ഇവർ വളരെ പ്യുവർ ആണ്, ഇംപ്യൂരിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് വൈറ്റ് കളർ ആയിരിക്കും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നമുക്കിവരെ വൈറ്റ് ലൈം എന്ന് വിളിക്കാം. നിങ്ങൾ നോക്കിയേ, ഇതിലെന്താ 95% പ്യുവർ ആയിട്ട് ലൈമാണുള്ളത് അല്ലേ. അപ്പം ഇത് ഹൈ കാൽഷ്യം ലൈമാണ്. ഹൈ കാൽഷ്യം ലൈമാണ്. ഇവർ വളരെ റിച്ച് ആണ്, റിച്ച് ലൈമാണ്. ഇത്രയും പേരുകളിൽ ആരറിയപ്പെടുന്നുണ്ട്? നമ്മുടെ ഫാറ്റ് ലൈം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഫാറ്റ് ലൈമിലേക്ക് ഞാൻ എന്താണ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് അവിടെ സ്ലേക്കിംഗ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഫാറ്റ് ലൈമിൽ ഇംപ്യൂരിറ്റീസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവർ വളരെ പെട്ടെന്ന് തന്നെ വിഗറസ് ആയിട്ട് സ്ലേക്ക് ആവുകയും അതിൻ്റെ വോളിയം 2 to 2.5 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഈ ഫാറ്റ് ലൈമിലോട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ സ്ലേക്കിങ് പെട്ടെന്ന് നടന്നിട്ട് അവർ അതിൻ്റെ വോളിയം ഒരു 2 to 2.5 ടൈംസ് ആയിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫാറ്റ് ലൈമിൽ ഇംപ്യൂരിറ്റീസ് കുറവായത് കൊണ്ട് തന്നെ അവർക്ക് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അവരെ പൊതുവേ നമ്മൾ വൈറ്റ് വാഷിങ്ങിനാണ് ഉപയോഗിക്കുക. വൈറ്റ് വാഷിങ്ങിനാണ് ഉപയോഗിക്കുക. മാത്രമല്ല ഈ ഫാറ്റ് ലൈം എയറിൻ്റെ പ്രസൻസിലാണ് അവർ കൂടുതൽ സെറ്റ് ആവുക, അതുപോലെ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാറ്റ് ലൈമിനെ നമ്മളൊരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണ് വിളിക്കുന്നത്. ഫാറ്റ് ലൈം ഒരു എയർ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫാറ്റ് ലൈമിൽ നിന്നുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ലെസ് ദാൻ 5% ഇംപ്യൂരിറ്റീസ് മാത്രമേ എവിടെയുള്ളൂ നമ്മൾ കൺസിഡർ ചെയ്ത ഫാറ്റ് ലൈമിൽ വരുന്നുള്ളൂ. എവിടെയാണ് ഫാറ്റ് ലൈമിനെ നമ്മൾ ഉപയോഗിക്കുന്നത്? വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ലൈമിലോട്ട് വരാം. രണ്ടാമത്തെ ടൈപ്പ് ലൈമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ആര്? ഹൈഡ്രോളിക് ലൈം. ഹൈഡ്രോളിക് ലൈം, ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാട്ടർ ലൈം. ശ്രദ്ധിക്കണം, സ്ലേക്കഡ് ലൈമിന്റെ മറ്റൊരു പേരായിട്ട് നമ്മൾ പഠിച്ചത് ഹൈഡ്രേറ്റഡ് ലൈമാണ്. ഇവിടെ ഹൈഡ്രോളിക് ലൈമിന്റെ മറ്റൊരു പേരായിട്ട് നമ്മൾ പഠിക്കുന്നത് ആരെയാണ്? വാട്ടർ ലൈം കേട്ടോ. വാട്ടർ ലൈം, ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഹൈഡ്രോളിക് ലൈം കൺസിഡർ ചെയ്താൽ അവിടെ 5 മുതൽ
30% വരെയാണ് നമുക്ക് ക്ലേ കണ്ടന്റ് കാണാനായിട്ട് സാധിക്കുക. 5 മുതൽ 30% വരെയാണ് ക്ലേ കണ്ടന്റ് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഏകദേശം ഈ ഒരു ക്ലേ കണ്ടന്റിന്റെ വാരിയേഷൻ അനുസരിച്ചിട്ട് ഈ ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ എഗൈൻ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ്? ഫീബ്ലി ഹൈഡ്രോളിക് ലൈം ഉണ്ട്, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ഉണ്ട്, എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ഉണ്ട്. അതിലുള്ള ഇമ്പ്യൂരിറ്റി വാരിയേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നോക്കുക, എപ്പോഴാണ് നമ്മളൊരു ഹൈഡ്രോളിക് ലൈമിനെ ഫീബ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് വിളിക്കുക എന്ന് വെച്ചാൽ അതിലുള്ള ക്ലേ കണ്ടന്റ് 5 മുതൽ 10% വരെ ആയിരിക്കും. ഇനി മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ 11 to 20% ആയിരിക്കും അതിലുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ അതിലുള്ള ക്ലേ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി 21 മുതൽ 30% വരെയാണ് ക്ലേ കണ്ടന്റ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലൈമിനെ നമ്മൾ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം എന്നുമാണ് വിളിക്കുന്നത്. ഇനി നോക്കുക, സ്ലേക്കിങ്ങും സെറ്റിങ്ങുമാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു കൂട്ടത്തിൽ നോക്കിയേ, ആരാണ് ആദ്യം സ്ലേക്ക് ആകുന്നുണ്ടാവുക? ഫീബ്ലി ആണോ, മോഡറേറ്റ്ലി ആണോ, എമിനൻ്റ്ലി ആണോ? യെസ്, ആരാണ്? ഫീബ്ലി ആണ്. എന്തുകൊണ്ടാ? ക്ലേ കണ്ടന്റ് കുറവാകുമ്പോഴാണ് അല്ലേ പെട്ടെന്ന് സ്ലേക്കിംഗ് നടക്കുക. അതുകൊണ്ട് തന്നെ ഫീബ്ലി ഹൈഡ്രോളിക് ലൈം ഒരു ഫ്യൂ മിനിറ്റ്സിൽ തന്നെ സ്ലേക്ക് ആകുന്നു. മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം 1 to 2 hours ആണ് എടുക്കുക. എന്നാൽ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിൽ ഇമ്പ്യൂരിറ്റീസ് കൂടുതലായതുകൊണ്ട് അവരെ നമുക്ക് സ്ലേക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഇനി സെറ്റിംഗ് വരുമ്പോൾ നേരെ തിരിയും. സെറ്റിംഗ് പെട്ടെന്ന് നടക്കുന്നത് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിനാ, ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിൽ പതുക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഫീബ്ലി ഹൈഡ്രോളിക് ലൈം സെറ്റ് ആവാനായിട്ട് ഏകദേശം 3 വീക്ക് വരെ സമയമെടുക്കും. മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിൽ 1 വീക്കും എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിൻ്റെ സെറ്റിങ്ങിന് 1 ദിവസവുമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇവിടെ അറിയേണ്ടത് ഇവരുടെ യൂസ് ആണ്. യൂസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിനെയാണ് സ്ട്രക്ചറൽ പർപ്പസുകൾക്ക്, ഒരു സിമൻറ്റ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സ്ട്രക്ചറൽ പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് ലൈമിനെയാണ് എന്ന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ആരാണ് അത്? എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണ്. ഇനി സുപ്പീരിയർ വർക്ക്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈമിനെയും അതുപോലെ ഓർഡിനറി മേസൺറി മോട്ടാറായിട്ട് നമ്മൾ ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിനെയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ആരുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്? ഹൈഡ്രോളിക് ലൈം അഥവാ വാട്ടർ ലൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഈ ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നതിന് ഹൈഡ്രോളിസിറ്റി നല്ലപോലെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഹൈഡ്രോളിക് ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. വെള്ളത്തിൻ്റെ പ്രസൻസിൽ സെറ്റ് ആവാൻ കഴിയുന്നവരാണ് ഈ ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ടൈപ്പ് ലൈമിലോട്ട് പോകാം. 3ാമത്തെ ടൈപ്പ് ലൈമാണ്. അപ്പോൾ ആദ്യത്തേല് <5% ഇമ്പ്യൂരിറ്റി, രണ്ടാമത്തേല് 5 to 30% ഇമ്പ്യൂരിറ്റി, മൂന്നാമത്തേല് greater than 30% ഇമ്പ്യൂരിറ്റി. ഓക്കെ, അപ്പോൾ ഈ ലൈമിനെ നമ്മൾ പോർ ലൈം എന്ന് വിളിക്കുന്നു. പോർ ലൈം അല്ലെങ്കിൽ നമുക്കിവരെ ഇംപ്യൂർ ലൈം, അതും അല്ലെങ്കിൽ നമുക്കിവരെ ലീൻ ലൈം എന്നുള്ള പേര് വിളിക്കാവുന്നതാണ്. സോ ഇവർ ഇമ്പ്യൂരിറ്റീസ് കൂടുതലായതുകൊണ്ട് ഒരു മഡി വൈറ്റ് കളറാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇൻഫീരിയർ ടൈപ്പ് വർക്കുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവരെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഇതാണ് ക്ലേ കണ്ടന്റിന് അനുസരിച്ച് വരുന്ന നമ്മുടെ ലൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ലൈമിൻ്റെ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് BIS ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം ആണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈമിനെ ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഏത് IS കോഡാണെന്ന് ചോദിച്ചാൽ BIS 712 ആണ് ലൈമിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ് A മുതൽ ക്ലാസ് F വരെയുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഇവിടെ ലൈമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എക്സാമിന് ചോദിക്കാറുണ്ട് ക്ലാസ് A ലൈം ആരാണ്, ക്ലാസ് C ആരാണ്, F ആരാണെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കാം, ക്ലാസ് A ലൈമിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ആളാണ് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്. എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം. ഓക്കെ, ഈ ഒരു എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്ട്രക്ചറൽ വർക്കുകൾക്കാണ് നമ്മൾ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു, സ്ട്രക്ചറൽ പർപ്പസുകൾക്ക്. അതുകൊണ്ട് തന്നെ ഒരു എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിൻ്റെ
28 ഡേയ്സിലെ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ പറയാം 2.8 ന്യൂട്ടൺ പെർ mm² ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇനി എമിനൻലി ഹൈഡ്രോളിക് ലൈമിന്റെ 14 ഡേയ്സിലെ കംപ്രസീവ് സ്ട്രെങ്ത് ചോദിക്കുകയാണെങ്കിൽ 1.75 ന്യൂട്ടൺ പെർ mm² ആണ് വരുന്നത്. ഓക്കെ, ഇനി ആരാണ് ക്ലാസ് ബി ലൈം? ക്ലാസ് ബി ലൈം ആയിട്ട് വരുന്നത് സെമി ഹൈഡ്രോളിക് ലൈം ആണ്. ഈ സെമി ഹൈഡ്രോളിക് ലൈമിനെ പൊതുവേ നമ്മൾ മേസൺറി വർക്കുകൾക്കാണ് പ്രിഫർ ചെയ്യാറുള്ളത്. സോ സെമി ഹൈഡ്രോളിക് ലൈം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 28 ഡേയ്സിലെ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ പറയാം 1.75 ന്യൂട്ടൺ പെർ mm²ഉം 14 ഡേയ്സിലെ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ പറയാം 1.25 ന്യൂട്ടൺ പെർ mm² ആണ്. ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഇത് രണ്ടും മൊത്തത്തിൽ ഈ 4 കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്. ഇനി നിങ്ങൾ നോക്കിയേ, ക്ലാസ് സി ലൈമാണ് ഫാറ്റ് ലൈം, ക്ലാസ് ഡി ലൈമാണ് മെഗ്നീഷ്യം ഓർ ഡോളോമെറ്റിക് ലൈമും. ഇതിൽ സ്ഥിരമായിട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആരാണ് ക്ലാസ് സി ലൈം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് സി ലൈമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഫാറ്റ് ലൈമിനെയാണ്. ഫാറ്റ് ലൈമിനെ പൊതുവേ നമുക്കറിയാം വൈറ്റ് വാഷിങ്ങിനാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിലെ ഫിനിഷിംഗ് കോട്ടായിട്ടും നമ്മൾ ഇവരെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി ക്ലാസ് ഡി മെഗ്നീഷ്യം ഓർ ഡോളോമെറ്റിക് ലൈമാണ്. ക്ലാസ് സി ലൈമിൻ്റെ അതേ ബിഹേവിയർ ആണ് ക്ലാസ് ഡി ലൈമിനും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്ലാസ് സി ലൈമിൽ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആരെയും ഉപയോഗിക്കാം? ക്ലാസ് ഡി ലൈമിനെയും ഉപയോഗിക്കാം, മെഗ്നീഷ്യം ഓർ ഡോളോമെറ്റിക് ലൈമിനെ ഉപയോഗിക്കാം. ദെൻ പിന്നെ വരുന്നത് ക്ലാസ് ഇ ലൈമാണ്. ഇത് കൺകാർ ലൈമാണ്. സോ ഇവരെ നമ്മൾ മേസൺറി മോട്ടാറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഫൈനൽ ആയിട്ട് വരുന്ന ആളാണ് ക്ലാസ് എഫ് ലൈം, സിലീഷ്യസ് ഡോളോമെറ്റിക് ലൈം. അപ്പോൾ ക്ലാസ് ഡിയും എഫും നമ്മൾ തെറ്റരുത്. ക്ലാസ് ഡി മെഗ്നീഷ്യം ഓർ ഡോളോമെറ്റിക് ലൈം ആണ്, ക്ലാസ് എഫ് സിലീഷ്യസ് ഡോളോമെറ്റിക് ലൈം ആണ്. ഈ സിലീഷ്യസ് ഡോളോമെറ്റിക് ലൈമിനെ നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ അണ്ടർ കോട്ടായിട്ടും അതുപോലെ തന്നെ ഫിനിഷിംഗ് കോട്ടായിട്ടും ഒക്കെ ഉപയോഗിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് എഫ് ലൈം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിക്കാറുണ്ട് ഓരോ ക്ലാസ് ഓഫ് ലൈമിൻ്റെ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും യൂസുകൾ അറിഞ്ഞിരിക്കണം. ക്ലാസ് എ ലൈമിൻ്റെയും ക്ലാസ് ബി ലൈമിൻ്റെയും കംപ്രസീവ് സ്ട്രെങ്ത്തുകൾ 28 ഡേയ്സിലുള്ളതും 14 ഡേയ്സിലുള്ളതുമായ കംപ്രസീവ് സ്ട്രെങ്ത്തുകളും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. സോ നമ്മളൊരു ലൈം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതുപോലെ മറ്റുള്ള ബിൽഡിംഗ് മെറ്റീരിയലിലെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളുമായിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ വീണ്ടും കാണാം. താങ്ക്